ഹലോ, വെൽക്കം ടു മിസ് നൈറ്റ് മേഹം അൻവ. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ MC ആണ് പ്രിസണിലേക്ക് പോകുന്നതിന് ഒരു രാത്രി മുമ്പുള്ള കാര്യമാണ്. അവിടെ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ നമ്മുടെ MC ആണെങ്കിൽ കയ്യിലൊരു സൈക്കിളായിട്ട് എല്ലാവരെയും കൊല്ലുന്നു. അപ്പോഴും അവൻ്റെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സന്തോഷമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പേയുടെ ഡെത്തുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ കൊന്നു. പക്ഷേ അവരെ കൊല്ലുമ്പോഴും എനിക്കുണ്ടായ ഇമോഷൻ സന്തോഷമായിരുന്നു. എന്തോരം ഫേഷ്യൽ എക്സ്പ്രഷനാണ് ഞാൻ അവരെ കൊന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ചിരിക്കുമായിരുന്നു. ഇതാണോ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ എൻ്റെ ട്രൂ നേച്ചർ? എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊല്ലാൻ പോയി. അപ്പോൾ നമ്മുടെ MC-നെയാണ് ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത്. അവനാണ് അവിടെ തെറിച്ച് വീഴുന്നത്. നീ ജീവനോടുണ്ടോ? അത് ഇമ്പ്രസീവാണ്. ഇവൻ അപകടകാരിയാണ്. കണ്ടിട്ട് നീ മാർഷൽ ആർട്സ് ഒന്നും ട്രെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ നീ എൻ്റെ അൾട്ടിമേറ്റ് അറ്റാക്ക് സർവൈവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ MC-നെ കഴുത്തെ പിടിച്ചവൻ പൊക്കുന്നു. അവൻ എൻ്റെ അകലെ നിൽക്കുമായിരുന്നല്ലോ, പെട്ടെന്ന് അടുത്തേക്ക് വന്നു. അവൻ മനുഷ്യൻ തന്നെയാണോ? ഇൻട്രസ്റ്റിംഗ്. ആരാ എന്നെ പിന്തുടരുന്നതെന്ന് നോക്കുമായിരുന്നു. പക്ഷെ ഇതൊരു പയ്യനാണല്ലോ, അത് മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യാത്ത ഹോണറിൽ നീയാണോ? എന്നിട്ട് MC-യുടെ വയറ്റിലേക്ക് അവൻ വാള് കുത്തിക്കയറ്റുന്നു. മാർഷൽ ആർട്സ് പോലും ട്രെയിൻ ചെയ്യാത്തൊരു പയ്യൻ എൻ്റെ അൾട്ടിമേറ്റ് അറ്റാക്ക് സർവൈവ് ചെയ്യുന്നു. നിന്നെ കൊല്ലുന്നതാണ് നല്ലത്. അങ്ങനെ വാള് വലിച്ചൊരു വീണ്ടും MC-യുടെ വയറ്റിലേക്ക് അവൻ കുത്തുന്നു. നീ ഇങ്ങനെ ഓടി നടന്ന ആൾക്കാരെ കൊല്ലാൻ പാടില്ലായിരുന്നു. നീ ഒരു സ്വസ്ഥ ജീവിതം നയിക്കണമായിരുന്നു. ഞാൻ തോറ്റിരിക്കുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നയാളെ കണ്ടുപിടിച്ചിട്ടും ഇങ്ങനെയാണോ ഞാൻ മരിക്കുന്നത്? അത് കാണിക്കുന്ന MC പ്രസിഡന്റിലിരിക്കുന്നതാണ്. ഞാൻ മരിച്ചില്ല, പക്ഷേ ഉടനെ മരിക്കും. എനിക്ക് ഒരവസരം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഞാനത് വിട്ടുകളയില്ല. എന്നിട്ട് MC ആണെങ്കിൽ നമ്മുടെ യങ് മാസ്റ്ററിന്റെ തല വിരിച്ച് അവനെ കൊല്ലുന്നു. എന്ത് ചെയ്യും കാക്ക? വ്യാജം മരിച്ചിരിക്കുവാണ്. എടാ നായേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ യങ് മാസ്റ്ററിനെ കൊല്ലുന്നു? എനിക്ക് മരിക്കണമെന്ന് അത്ര ആഗ്രഹമാണോ? അതിന്റെ ഓപ്പോസിറ്റ്. നിങ്ങൾ എന്നെ സബ്സ്റ്റിറ്റ്യൂഡായിട്ട് കൊണ്ടുവന്നത് മരണത്തിലേക്കല്ലേ? ബ്ലൈൻഡ് ഒബീഡിയൻസ് ആണ് എന്നെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്നത്. ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ള പോസിബിലിറ്റി നീ കരുതിയില്ലേ? നിങ്ങൾക്ക് എന്നെ കൊല്ലണമായിരുന്നെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ യങ് മാസ്റ്ററുമായിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ലായിരുന്നു. നോൺസൺ. അങ്ങനെ പറഞ്ഞ MC-നെയാണ് അവൻ തറയിലേക്ക് അടിക്കുന്നത്. എന്നിട്ട് വാളൂരി, ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാൻ പോവാണ്. അതിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ തന്ന പോയിസൺ ഞാൻ കഴിച്ചിരിക്കുന്നു. അതിന്റെ ആന്റിഡോട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം നിങ്ങളെ എനിക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. മോക്സ്ഫോർഡ് മാനറിലെ തേർഡ് യങ് മാസ്റ്ററിനെ നിങ്ങളുടെ ഡോഗാക്കാനുള്ള ഒരു അവസരമല്ലേ? നീ പറയുന്നത് ഞാൻ യങ് മാസ്റ്ററിനെ റിട്രൈ ചെയ്തിട്ട് നിന്നെ എൻ്റെ ആളാക്കണം എന്നാണോ? ഒരാളാണ് MC-നെ ഒന്ന് നോക്കിയിട്ട് ആ വാളെടുത്ത് MC-യുടെ നേരെ കുത്താൻ പോകുന്നു. പക്ഷെ MC-നെ കുത്തിയില്ല. പക്ഷെ അത് അവന്റെ തലയുടെ അടുത്തുള്ള മണ്ണിലേക്കാണ് കുത്തിയിറക്കിയത്. ഇനിയും തൊട്ട് നീ മോക്ക് ജിയോൺ ബൂണാണ് എന്റെ MC ഇരിക്കുന്നു. നീ മോക്സ്ഫോർഡ് മാനറിലെ ആരെയും കണ്ടുമുട്ടില്ല. അത് ഒരു സ്റ്റാൻഡിനുമായിട്ട് വ്യത്യാസമൊന്നുമില്ലല്ലോ. നീ പകരക്കാരന് പകരം ഒരു പപ്പറ്റാകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നിനക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അർഹതയില്ല. നിന്നെ ഇനി പിടികൂടിയാലും ഞാൻ നിനക്ക് പോയിസണുള്ള ആന്റിഡോട്ട് തരില്ല. എന്നിട്ട് നീ എന്നെ ഡിസപ്പേ ചെയ്താലും നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലും ഇനി അപ്പം തന്നെ ഞാൻ കൊല്ലും. എന്നാ ന്യൂട്രലൈസർ, നീ ഇത് 24 മണിക്കൂർ കൂടുമ്പോൾ കഴിച്ചില്ലെങ്കിൽ നിന്റെ ആ പോയിസൺ ഫുള്ള് നിന്റെ ബോഡി മൊത്തം കയറും. അപ്പോൾ അത് ഓർത്ത് വെച്ചത്. ഞാൻ വളരെ ലക്കിയാണ്. ഞാൻ ആ മുറികളിൽ നിന്ന് സർവൈവ് ചെയ്തത് കൂടാതെ തന്നെ എനിക്കൊരു പുതിയ ജീവിതം കൂടെ കിട്ടിയേക്കുന്നു. ചിലപ്പം ഇതെല്ലാം ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നതായിരിക്കും. ഞാൻ പെട്ടെന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി. വിഷമിക്കേണ്ട ഗ്രാൻഡ് ഫാ, ഞാൻ നിങ്ങളെ കൊന്നതിനുള്ള പ്രതികാരം പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കും. റിവെഞ്ച്. ഉറപ്പായിട്ടും അവൻ ആലോചിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചു എന്നായിരിക്കും. കാരണം മോക്ക് ജീവന്റെ ശരീരം അവിടെ കിടപ്പുണ്ടല്ലോ. മാർഷൽ ആർട്സ്, ഇതൊരു മാർഷൽ ആർട്സ് ക്ലാൻ ആണെന്നല്ലേ പറഞ്ഞത്? ഞാനിവിടെ തേർഡ് യങ് മാസ്റ്ററെ ജീവിക്കുകയും ക്ലാസ് ട്രെയിൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്ന ആളെ ഞാൻ കൊല്ലും. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസത്തെ MC-ആണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ ഭാഗ്യം കൊണ്ട് മരണത്തിന് രക്ഷപ്പെട്ടു. മാർഷൽ ആർട്സ് പഠിക്കാനുള്ള ചാൻസും കിട്ടി. പക്ഷേ ആ ഗാർഡ് ഇവിടെ നിർത്തിയിട്ടുള്ള ആ ഗാർഡ് എന്നെ ബോധർ ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണിക്കുന്നത് നമ്മുടെ ഗാർഡ് കാമിന്റെ ഡിസിപ്പിളായ ഗോങ്ചാൻ ആണ്. ഈ മാർഷൽ ആർട്സ് പോലും പഠിക്കാത്ത ഈ ചെക്കിന് ഇത്ര പ്രത്യേകത തന്നെയാണ്. അവൻ ഗോങ്വ്യൂവിനെ കൊന്നോ? അപ്പൊ നമ്മുടെ പ്ലാൻ എന്തായി? മിണ്ടാതിരിക്കേ, നീ ഭയങ്കര ഒച്ചയാണ്. അത് കുഴപ്പമില്ല, നിന്റെ റോൾ എന്തായാലും ചേഞ്ച് ആവില്ല. നീ അവനൊരു കണ്ണ് വെക്ക്. അവൻ ഈ സ്ഥലം വിട്ടുപോകാൻ നോക്കിയോ? ഞാൻ അപ്പോഴത്തേനും ഒരു പ്ലാൻ തയ്യാറാക്കാം. എന്നിട്ട് നമുക്ക് അവനെ ഇറക്കി വിടാം. എന്നിട്ട് നമുക്ക് വേറൊരു ഭക്ഷണം ചേരാം. നീ പറഞ്ഞില്ലേ നീ അവനെ പോയിസൺ ഫീഡ് ചെയ്തെന്ന്? അതുകൊണ്ട് തന്നെ അവനെ നമ്മളെ ഡിസപ്പേ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ യങ് മാസ്റ്ററിന്റെ സൈഡ് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അവൻ അതിനെ ചേരില്ല. സോറി, അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളല്ല. അവൻ മതവക്കിലുണ്ടായിരുന്ന ഒരു പ്രസന്നറാണ്. എന്നിട്ടും അവൻ മോക്ക് ജീവനെ കൊന്ന് അവന്റെ സ്ഥാനം തട്ടിയെടുത്തു. അതുകൊണ്ട് തന്നെ അവൻ വളരെ ഡേഞ്ചറസ് ആണ്. അവനായിട്ട് കൂടുതൽ ചേരുന്നത് നമുക്ക് തന്നെ ആപത്താണ്. ഇവൻ ഇത്ര ഈ ചെക്കൻ ഇത്ര പ്രത്യേകത തന്നെയാണ്. അവൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടും ഇല്ല, നമ്മൾ പോയിസൺ വരെ ഫീഡ് ചെയ്തു. എനിക്ക് വാൾക്കോമിന്റെ ഉത്തരവിനെതിരായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. വാൾക്കോം എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പുള്ളിയാണെങ്കിൽ ഇവിടെ ഗാർഡിനെ നിർത്തിയിട്ട് പോയി. ഞാനിവിടെ കുറച്ചു നേരം മാത്രമേ വന്നെങ്കിൽ പോലും എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടി. ഇവിടെ അത്രയ്ക്ക് ഒരു പകരക്കാരനെ വെക്കേണ്ട അത്ര
ആപത്തൊന്നുമില്ല. അപ്പോൾ പകരക്കാരനെ അവർക്ക് വേണ്ടത് വേറെന്തോ ആവശ്യത്തിനാണ്. ഗോഡ്കാം എൻ്റെ അടുത്ത് പറയാനൊന്നും പോകുന്നേ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ പക്ഷം മാറാൻ പോവാണ്. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോങ്ചാൻ അവിടെ കിടന്ന് നിന്നുറങ്ങുന്നതാണ്. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് നമ്മുടെ എൻസിയ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്താ, നിനക്ക് ബാത്റൂമിൽ പോണോ? ഇല്ല, ഞാൻ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ട വന്നാ. എനിക്കൊരു നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ഉണ്ടാ, നീ അകത്തേക്ക് എടുക്കോ, രക്തം കാണുന്നുണ്ടെങ്കിൽ. നിന്റെ പേര് ഗോങ്ചാൻ അല്ലേ? നമ്മളിപ്പം മിണ്ടിയൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അത് പറഞ്ഞ ഉടനെ തന്നെ ഗോങ്ചാൻ ആണെങ്കിൽ അവന്റെ കോളറി കയറി പിടിച്ചു അവനെ ഭിത്തിയിലേക്ക് തള്ളുന്നു. നീ നിന്റെ സ്ഥാനം മറന്നോ? നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്. നല്ലതൊന്നും വരാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് അകത്തേക്ക് കയറിക്കോ. നീ ഗോഡ് കാമിനെക്കാളും വളരെ വീക്കാണ്. എന്താ? അത് പറഞ്ഞ ഉടൻ തന്നെ നമ്മുടെ എൻസി ആണെങ്കിൽ ഗോങ്ചാനെ തറയിലേക്ക് വലിച്ചടിക്കുന്നു. എന്നിട്ട് ഗോങ്ചാന്റെ പ്രഷർ പോയിന്റ് അമർത്തുന്നു. എന്റെ ബോഡി മൂവ് ആവുന്നില്ല. ഇത് അവൻ എന്റെ പ്രഷർ പോയിന്റ് സീൽ ചെയ്തോ? ഇവൻ മാർഷൽ ആർട്സ് അറിയില്ലെന്ന് കള്ളം പറഞ്ഞു. നീ മൂവ് ആവുന്നോ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടാണ് ഇത്? ഞാൻ ഗോഡ് കോം ചെയ്ത പോലെ തന്നെയാണല്ലോ കോപ്പി ചെയ്തേ. ഇത് അത്ര എളുപ്പമല്ല. എന്നിട്ട് എൻസിയാണ് അവിടെ ഇവിടെയൊക്കെ പ്രഷർ പോയിന്റ് അമർത്തുന്നു. അവൻ എന്ത് ഈ പറയുന്നേ? അവൻ ഗാഡ് കാം ചെയ്ത് അതേപടി കോപ്പി ചെയ്തോ? കാം പറഞ്ഞത് സത്യമാണ്. ഇവൻ ഡേഞ്ചറസ് ആണ്. നീ നിന്റെ പോയിസന്റെ കാര്യം മറന്നോ? അത് നീ ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രലൈസ് ചെയ്തില്ലെങ്കിൽ നീ ചോര ഛർദ്ദിച്ച് മരിക്കും. പോയിസൺ, ആ കാര്യം ഞാൻ മറന്നുപോയി. എന്ത്? എന്നിട്ട് എൻസി ആണെങ്കിൽ കൈ കടിച്ചു മുറിച്ച് ആ ചോരയാണെങ്കിൽ ഗാഡ്കാമിന്റെ വായിലേക്ക് ഒഴിച്ചു. എന്ത്? പോയിസൺ? എനിക്ക് ഇന്നർ എനർജി സർക്കുലേറ്റ് ചെയ്യണം. അതിന്റെ പോയിസൺ വെളിയിലേക്ക് കളയണം. ഞാൻ എല്ലാ തരം പോയിസൺസും ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ നിന്നപ്പോൾ സ്മെല്ലും ടേസ്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലഡ് തന്നെ ഇപ്പോൾ ഒരു പോയിസൺ ആണ്. ഒരു ഹെർബ് ടേസ്റ്റോ സ്മെല്ലോ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തെ പ്രോപ്പർട്ടീസ് എല്ലാം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ന്യൂട്രലൈസർ ആവശ്യമില്ല. എനിക്ക് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. മോക്സോൺ മാലറിനെ കുറിച്ച് നിനക്ക് പറയാൻ പറ്റുമോ? പിന്നെ വേറൊരു കാര്യം, എനിക്ക് മാത്രമാണ് ആ പോയിസൺ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്നെ സഹായിക്കുന്നതാണോ? ഇവൻ ഒരു അസുരനാണ്. അതിനുശേഷം കാണിക്കുന്നത് മോക്സോർ മാനറാണ്. അതിനകത്തെ നീൻഹാർ അവിടെ നമ്മുടെ മോക്സോർ മാനറിന്റെ മാസ്റ്റർ ആണെങ്കിൽ അസുഖം ബാധിച്ചു കിടക്കുന്നു. ഇതിന് വേറൊരു സൊല്യൂഷനും ഇല്ലേ? ഞാൻ എൻ്റെ സകല എക്സ്പീരിയൻസും നോളേജും ഉപയോഗിച്ചിട്ടും എനിക്ക് ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. മാനർ മാസ്റ്റർ, നിങ്ങൾ ഒരു സക്സസറിനെ ചൂസ് ചെയ്തായിരുന്നെങ്കിൽ. മാനർ മാസ്റ്ററിന് 4 മക്കളുണ്ട്. ഇനി ആരാണ് സക്സസർ ആകാൻ പോകുന്നുള്ള കാര്യം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മാനർ മാസ്റ്റർ മരിക്കുവാണെങ്കിൽ ഇവിടെ ഒരു രക്തക്കളം ആദ്യ ഭാര്യ അവരെന്താണ് ഈ പൊസിഷന് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തേനും നമ്മുടെ ലേഡി സി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. മാനർ മാസ്റ്റർ എങ്ങനെയുണ്ട്? മൈ ലേഡി, എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാവരും പറഞ്ഞു ഈ അസുഖം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഷാമേനാക്സ് മാത്രം. മൈ ലേഡി, ഷാമൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു കബളിപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ഒരു മെത്തേഡിലേക്ക് പോകാൻ സാധിക്കുന്നു? പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് നോക്കിയിരിക്കണം? അതല്ല, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ ഇതുപോലത്തെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലാത്ത ഇൽനെസ് ഒക്കെ ക്യൂർ ചെയ്യുന്ന ഷാമേനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ലേഡി സിയോക്ക്, നമ്മൾ ഷാമേനെ കൊണ്ട് ഇൽനെസ് ക്യൂർ ചെയ്യും. അതുകൊണ്ട് തന്നെ ആരെയും ഇതിനകത്തേക്ക് കടത്തിവിടണ്ട. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദ മക്സോൺ മാനർ. ശരി, നമുക്ക് എന്തായാലും പുറത്തേക്ക് പോയാലോ? എവിടെ? എന്നിട്ട് MC ആണ് പുറത്തേക്ക് ഒരു ബിൽഡിങ്ങിലേക്ക് നോക്കുന്നു. ഞാൻ മാനർ മാസ്റ്ററിനെ കാണാൻ പോകുന്നു.